കര, കടൽ, കായൽ ഇതെല്ലാം ഒത്തുണിക്കൊണ്ടുള്ള ഒരു കലക്ക ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് നമ്മൾ നാളെ രാവിലെ 8 മണിക്ക് ജെട്ടിലോട്ട് പോകുന്നു. അവിടെ നമ്മൾ വെറൈറ്റി ആയിട്ട് ജങ്കാറിൽ കയറി കായൽ കൂടെ ഒരു ഉല്ലാസയാത്ര. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ബസ് പിടിച്ച് നേരെ ബീച്ചിൽ പോകുന്നു. അവിടെ നമ്മൾ മതാമപരമായിട്ടൊരു സൺബാത്ത്, കടലിറങ്ങിയ ഒരു ബോഡി വാഷ്, കടലിറങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് വേവ് കൗണ്ടിങ് ആൻഡ് ക്ലെയിം മോഡലിംഗ് വിത്ത് കപ്പലണ്ടി. നേരെ ഒരു അടിപൊളി തട്ടടയിൽ പോകുന്നു. നല്ല തട്ട് ദിവസം ഡബിൾ ഓമേറ്റ് അടിക്കുന്നു. ബസ് കയറി വീട്ടിൽ പോകുന്നു. ഹലോ ഫ്രണ്ട്സ്, അപ്പോ ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. കുറേ നാളത്തെ പ്ലാനിങ് ആയിരുന്നു. നല്ല വെതറൊക്കെ നോക്കി പോണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് അവസാനം ഇപ്പോ നല്ല മഞ്ഞത്താണ് കേട്ടോ പോണേ. ഇപ്പൊ മഞ്ഞത്തൊരു ന്യൂയോർക്ക് ട്രിപ്പാണ്. എല്ലാരും ഇവിടെ ഉണ്ട്. അവിടെ ഭയങ്കര ഡിസ്കഷനാണ് ഹനയും ഒക്കെ. ഓക്കെ, അപ്പോ ന്യൂയോർക്ക് പോയിട്ട് ബാക്കി കാഴ്ചകൾ അവിടെ പോയിട്ട് കാണാം. ഇപ്പൊ ഞങ്ങള് ബസ്സിലാണ് കേട്ടോ ന്യൂയോർക്ക് പോകുന്നത്. ഞങ്ങളുടെ അവിടെ നിന്ന് ന്യൂയോർക്കിലേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട്. അയ്യോ അറിയില്ല. ഞങ്ങള് ബസ് ഇറങ്ങിട്ടോ. അപ്പൊ നടക്കാണ്. ഞങ്ങൾ ആദ്യം ഇറങ്ങി, അവര് കുറച്ച് ഫ്രണ്ടിലാ. അതെ, നോക്കാം. അതൊക്കെ ബസ്സാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ന്യൂയോർക്ക് എത്തി, ബസ്സിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടെ എല്ലാ ബസ്സും വരുന്നത് ഈ ഒരു പോർട്ട് അതോറിറ്റി ബസ് ടെർമിനലിലാണ്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ നമുക്ക് പോകാനുള്ള സ്ഥലത്തേക്ക് നടന്നു പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഹഡ്സൺ യാർഡ്സ് പോവാണ്. ഒരു 10 to 15 മിനിറ്റ്സ് വാക്ക് ഉണ്ട്. അപ്പോൾ ഒരാളും കൂടി വരാനുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കണത്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ ഏറെ നാളായിട്ട് പ്ലാൻ ചെയ്ത് പല കാരണങ്ങളാൽ ഇങ്ങനെ നീട്ടി വെച്ച് പോയൊരു ട്രിപ്പായിരുന്നു. അവസാനം അത് സാധിച്ചു. ഭയങ്കര ഫണ്ണായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, വേറൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഞങ്ങളുടേതായിട്ടുള്ളൊരു ലോകത്ത് ഞങ്ങൾക്ക് അങ്ങനെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ കുറേ റീലൊക്കെ എടുത്ത് കുറേ വർത്താനം പറഞ്ഞ് കളിച്ച് ചിരിച്ച് അങ്ങനെ അടിച്ചു പൊളിച്ചു കേട്ടോ ആ ഒരു ദിവസം. ഇടയ്ക്ക് നമുക്ക് ഇതുപോലൊരു ടൈമും വേണം. ഇപ്പം നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നത് മോശമാണെന്നല്ല, ഫാമിലി ആയിട്ട് പോകുമ്പോഴും നമ്മൾ കുറേ എൻജോയ് ചെയ്യും. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി ഇപ്പം നമ്മുടെ മക്കളുടെ ഇഷ്ടങ്ങൾ കാര്യങ്ങളായിരിക്കും. അപ്പം അതല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനും ഒരു പ്രയോറിറ്റി, നമ്മുടെ താല്പര്യങ്ങൾക്കുള്ള ഒരു ടൈം നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കണ്ടെത്തണം. അതിന് എപ്പോഴെങ്കിലും ഇതുപോലൊരു യാത്രയൊക്കെ പോണത് നല്ലതാട്ടോ. അങ്ങനെ ഞങ്ങൾ ഹഡ്സൺ യാർഡ്സിലെത്തി. അപ്പോൾ അവിടെ കുറച്ച് ടൈം ഉണ്ടായിരുന്നു സുകന്യ വരാനായിട്ട്. അപ്പോൾ ചുമ്മാ അവിടെ അടുത്ത കടകളിലൊക്കെ കയറി എന്തൊക്കെയാണെന്ന് ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു. പുറത്താണെങ്കിൽ നല്ല തണവും കാറ്റും മഞ്ഞൊക്കെയാണ്. മാളിൻ്റെ ഉള്ളിലാവുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ പിന്നെ അവിടെ ഇങ്ങനെ നടക്കുമായിരുന്നു. ഈ ഒരു കടയിൽ വെറൈറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ചെറിയ ക്യൂട്ടായിട്ടുള്ള കുറേ തിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ നോക്കി നടക്കുമായിരുന്നു ഞങ്ങൾ. പിന്നെ ഈ ലോകത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള റുബിക് ക്യൂബ്സ്, അതുപോലെ സ്മോളസ്റ്റ് ആയിട്ടുള്ള കുറേ തിങ്സ്, അങ്ങനെ കുറേ വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഷോപ്പ് കണ്ടത്. പല പല ഷേപ്പിൽ വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരികയായിരുന്നു. പക്ഷേ അത്യാവശ്യം പൈസ ഉണ്ട്. പിന്നെ ചുമ്മാ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പോന്നു. ഞങ്ങളിവിടെ വന്നതിൻ്റെ മെയിൻ ആഗമനോദ്ദേശം ഈ കാണുന്ന ബേക്കറിയാണ്, മഗ്നോളിയ ബേക്കറി. അപ്പോൾ ഇവിടുത്തെ കേക്കും അതുപോലെ ബനാന പുഡിങ്ങൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണം എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങളിവിടെ വന്നത്. ബനാനയൊന്നും കാണാനില്ല. തുറന്നു അപ്പോഴേക്കും സുകന്യ എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഫുഡ് അടിയായി. ബനാന പുഡിങ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ചക്കട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിലുണ്ടാക്കിയപ്പോൾ ചുമ്മാ കുറച്ചെടുത്ത് വെച്ചതാണ്. കഴിച്ചിട്ട് അഭിപ്രായം പറയും. അയ്യോ അനു റിയലായിട്ട് അഭിപ്രായം പറയും. വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് മധുരമില്ല അല്ലേ? മധുരല്ലേ? അത് കഴിഞ്ഞ് ലഞ്ചും ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ കഴിച്ചത്. ഇതെന്താ ഫുഡടി മാത്രമാണോ എന്ന് വിചാരിക്കണ്ട. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തണുപ്പാണ്. ആ ഒരു സമയത്ത് നമുക്ക് ഫുഡ് സ്പോട്ടൊക്കെ തപ്പി കണ്ടുപിടിക്കാനൊക്കെ കുറച്ച് പാടാണ്. അപ്പോൾ പിന്നെ ലഞ്ച് ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ വന്നിട്ട് ഉച്ച വരെ ഇവിടെ തന്നെയാണ് സ്പെൻഡ് ചെയ്തത്. ഈ ഒരു മാളിൻ്റെ ഉള്ളിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ കാണുന്നതാണ് വെസൽ. ഇതിവിടെ ന്യൂയോർക്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഇവിടെ ഫോട്ടോ എടുക്കാനും ഇത് കാണാനൊക്കെ ഒരുപാട് ആളുകൾ വരാറുണ്ട്.
അയ്യോ എന്താണ് ചെറുതായിട്ട് സ്നോ ഉണ്ടല്ലേ. ചെറുതായിട്ട് നല്ല സ്നോ ഉണ്ട്. നല്ല വെതറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലും കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് സ്റ്റെപ്സൊക്കെ പോലെ ഉണ്ട്. അപ്പോൾ നല്ല രസമാണ് അതിൻ്റെ ഉള്ളിലെ വ്യൂ കാണാൻ. അത്ര റേറ്റും ഇല്ല അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട്. നമ്മൾ മുൻകൂട്ടി ടിക്കറ്റ് എടുത്ത് വെക്കണം എന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സമയത്ത് അവരത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ലൊക്കേഷൻ എവിടെയാണ് പോകേണ്ടതെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇവിടെ ട്രാം പോവാന്നൊക്കെ പ്ലാൻ ചെയ്തു. ട്രാം മേ ബി നിങ്ങൾ സ്പൈഡർമാൻ മൂവിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അതും അത്ര കോസ്റ്റ് ഒന്നുമില്ല. പക്ഷേ ഈ ഒരു വെതറിൽ ഓപ്പൺ ആണോ അല്ലയോ എന്ന് ഡൗട്ടായിരുന്നു. അപ്പോൾ പിന്നെ ബ്രൂക്ലിൻ പോവാന്നാണ് പിന്നെ പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി ട്രെയിൻ കയറാൻ നിൽക്കുവാണ്. ഇല്ല ഇല്ല ഞാൻ പറയട്ടെ, അതതിന്റെ പൊസിഷൻ ഇങ്ങനെയുണ്ട്. അതെ അല്ലടാ അത് നേരെ. ഈ ഒരു ലിഫ്റ്റ് കയറാനുള്ള പരാക്രമമാണ് ഈ കാണുന്നത്. അതായത് ഇതൊരു നേരെ പോകുന്ന ഒരു എലിവേറ്റർ അല്ല, കുറച്ചിങ്ങനെ ചെരിഞ്ഞു പോകുന്നതാണ്. പക്ഷെ നമ്മളങ്ങനെ ചെരിഞ്ഞു പോകുന്ന പോലെ ഫീൽ ചെയ്യില്ല. അപ്പോൾ സുകന്യ മുന്നേ ഏതോ ക്ലോസ്ഡ് അല്ലാത്ത ഇതുപോലെ ഒരെണ്ണത്തിൽ പോയിട്ടുണ്ട്. അത് ഒരുമാതിരി ആയിരുന്നു, ഭയങ്കര പേടിയായിരുന്നു എന്ന് പറയായിരുന്നു. പക്ഷെ ഇത് ക്ലോസ്ഡ് ആണ്. പക്ഷെ നമ്മൾ നേരെ താഴേക്ക് പോകുന്നതിന് പകരം ഈ ചെരിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് മേ ബി ആ ഒരു പൊസിഷനിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പം ചിലപ്പോൾ എല്ലാവർക്കും അതത്ര ഇതുണ്ടാവില്ല, ഒരു പേടി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ട്രെയിനൊക്കെ കയറി ബ്രൂക്ലിൻ എത്തി. ട്രെയിൻ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ബ്രൂക്ലിൻ ബ്രിഡ്ജ് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെൻറ്റർ പോയിന്റ് വരെ നടക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ അവിടെ വരെ നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോരാമെന്നാണ് പ്ലാൻ. ഈ ഒരു ബ്രിഡ്ജ് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. കൽ ഹോ ന ഹോ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഷാരൂഖ് ഖാൻ്റെ ആ ഒരു സോങ്ങിൽ വരുന്ന ബ്രിഡ്ജാണ് കേട്ടോ ഈ ഒരു. ഈ ഒരു ബ്രിഡ്ജ് ഇങ്ങനെ നടന്ന് നമ്മൾ അതിൻ്റെ ഒരു സെൻറ്റർ പോയിന്റ് വരെ പോയി. അപ്പോൾ അപ്പോഴേക്കും ഇങ്ങനെ സ്നോയും തണുപ്പൊക്കെ കുറച്ച് കൂടി തുടങ്ങിട്ടോ. നല്ല തണവായി. നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല ഇതിൽ നോക്കുമ്പോൾ സ്നോ പെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സെൻറ്റർ പോയിന്റ്. അപ്പോൾ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് നമുക്ക് നടക്കാം. പക്ഷെ ഞങ്ങൾ ഇവിടം വരെ നടന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോന്നു. അങ്ങനെ ഞങ്ങൾ ഗ്രാൻഡ് സെൻറ്ററിൽ എത്തി. ഇപ്പോൾ ഇതും ഈ ഒരു സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു സിനിമയിൽ മാത്രമല്ല, ഒരുപാട് സിനിമകളിൽ ഈ ഒരു സ്റ്റേഷൻ വരുന്നുണ്ട്. ഇത് ഇവിടുത്തെ ന്യൂയോർക്കിലെ മെയിൻ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. അത്രയും ഫേമസ് ആയിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്റ്റേഷനാണ്. ഇത് ഭയങ്കര പഴക്കമുള്ളൊരു സ്റ്റേഷനും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ആർക്കിടെക്ചർ ഡിസൈൻ, അതുപോലെ ഈ ഒരു വലിയ ഹാള്, അതൊക്കെ കാണാൻ തന്നെ ഭയങ്കര ഡിഫറെൻ്റാണ്. അവിടെ നിന്ന് ഞങ്ങൾ അഗെയിൻ ട്രെയിൻ പിടിച്ച് 42nd സ്ട്രീറ്റ് വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിസ്സ കഴിക്കാൻ കയറിയിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു പിസ്സയാണ്, ജോയ്സ് പിസ്സ. അത്യാവശ്യം വലിയ ലൈനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ക്യൂ ഒക്കെ നിന്നിട്ടാണ് പിസ്സ മേടിക്കുന്നത്. $1.5 ആയിരിക്കും പിസ്സയ്ക്ക് എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ക്യൂ നിന്നത്. പക്ഷേ ഉള്ളിൽ കയറിയപ്പോൾ ആ ഒരു 1.5ൻ്റെ ആ ഒരു 1 വെട്ടിക്കളഞ്ഞ $5 ആയിരുന്നു പിസ്സയ്ക്ക്. പിന്നെ വിശപ്പുള്ള കാരണം എന്തായാലും മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മേടിച്ച് കഴിച്ചു. ഇതും സ്പൈഡർമാൻ മൂവിയിൽ വരുന്നതാണ് കേട്ടോ ഈ ഒരു ജോയ്സ് പിസ്സ. അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പിസ്സയൊക്കെ മേടിച്ച് കഴിച്ചു. ആ ഒരു നല്ല തണുപ്പത്ത് ചൂട് പിസ്സ കഴിക്കുമ്പോൾ നല്ല സുഖമായിരുന്നു. അങ്ങനെ നല്ലൊരു പിസ്സയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നടക്കുവാണ്. അപ്പോഴേക്കും സ്നോ ഒക്കെ മെല്ലെ കൂടി വന്നു, അക്യുമുലേറ്റ് ആയി തുടങ്ങി. രാവിലെയൊക്കെ സ്നോ പെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അത് താഴെ അക്യുമുലേറ്റ് ആവുന്നില്ലായിരുന്നു. പക്ഷേ ഈ ഒരു സമയമായപ്പോഴേക്കും കുറേശ്ശെ അക്യുമുലേറ്റ് ആയി തുടങ്ങി.
എന്തായാലും ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. ഈ ഒരു വെതറിൽ ഈ ഒരു മഞ്ഞത്ത് ഇതുപോലെ ന്യൂയോർക്ക് വരുന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് വരാൻ പറ്റി, അതും ഒരു രസമായിരുന്നു സത്യം പറഞ്ഞാൽ. ആ ഒരു വെതറും ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പും അടിപൊളിയായിരുന്നു. ഒരുപാട് എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല മഞ്ഞൊക്കെ കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി ഇതുപോലെ ചാൻസ് ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം എന്തായാലും എപ്പോഴെങ്കിലും നമ്മൾ ഇതുപോലൊരു ട്രിപ്പൊക്കെ പോകണം കേട്ടോ. അത് നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു റിലീഫായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുവരെ കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.